ഓം സഹനാവവതു സഹനൗ ഭുനക്തൗ സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ പെരുങ്കുളം രഥോത്സവം 2026 4 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അവസാന വീഡിയോ ആണ്, അവസാന പാർട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള 4 വീഡിയോസ് കാണാത്തവർ ഒന്ന് കാണുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മുടെ അഗ്രഹാരത്തില്, ഈ കൊച്ചു അഗ്രഹാരത്തില് ഈ ബ്രഹ്മോത്സവം നടക്കുന്നതില് ലോകം മുഴുവൻ അറിയട്ടെ. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് മനുഷ്യന്മാർ തമ്മിലടിക്കുകയാണ് അല്ലേ. പല ജാതിയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയും പേരില് ആ മനുഷ്യനെ തന്നെ കൊന്നൊടുക്കണം. അപ്പോൾ ഇത്രയും നല്ലൊരു കൊച്ചു ഗ്രാമത്തില് നമ്മളെ എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രവണത അല്ലെ. എല്ലാവരും ഒരു ശരീരമായി അല്ലെങ്കിൽ ഒരു മെയ്യായിട്ട് എല്ലാ എന്താ പറയാ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട്, ഒരു അഗ്രഹാര ഒരു ബ്രഹ്മോത്സവത്തിന് വേണ്ടി എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് അതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ ഇതെല്ലാം ശരിക്കും ലോകത്തിലെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മുടെ മഹാലക്ഷ്മി അമ്പലവും അതുപോലെ തന്നെ നമ്മുടെ അഗ്രഹാരങ്ങളും ശരിക്കും അറിയേണ്ടതാണ് അല്ലേ. അപ്പോ നമ്മുടെ വീഡിയോസ് എല്ലാം മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഇതുപോലെ പെരുങ്കുളം എന്നൊരു അഗ്രഹാരം ഉണ്ടെന്നും അവിടെ ഇത്രയും സ്നേഹസമ്പന്നരായ ആളുകൾ ഉണ്ടെന്നും ഇത്രയും നല്ലൊരു മഹാലക്ഷ്മിയെ നമുക്കറിയാലോ, ഇന്ത്യയിലെ ഏറ്റവും റെയറായിട്ട് വളരെ മഹാലക്ഷ്മി പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആകെ 4 or 5 ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇരുന്നിട്ട് അതിന്റെ പ്രസക്തി അറിയാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ബാക്കി കാണാത്തവര് ബാക്കിയുള്ള 4 പാർട്ടുകൾ കാണുക. നിങ്ങളുടെ വിലയേറിയ കമന്റും ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഈ പരമ്പര അല്ലെങ്കിൽ ഈ പാർട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതിന് പിന്നെ വളരെയേറെ സപ്പോർട്ടാണ് ഗ്രാമത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ പ്രധാന തേര് കമ്മിറ്റി മെമ്പേഴ്സിനെ കൊണ്ടും വളണ്ടിയേഴ്സിനോടും പ്രത്യേകിച്ച് വനിതാ മെമ്പേഴ്സിനോടും എല്ലാം വളരെയേറെ നന്ദി. പിന്നെ നമ്മുടെ വീഡിയോസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്വാമിമാര്, പൂജാരിമാര്, അതുപോലെ തന്നെ കുറച്ചുപേരുടെ പേര് എനിക്ക് അറിയില്ല, അവരോടെല്ലാം ഞാൻ ഈ വേളയിൽ നന്ദി പ്രകാശനം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോയില് അവസാനം വരെ, അതായത് ആ മഞ്ഞനീരാട്ട് കൊടിയിറക്കം വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ തേരില് മറ്റേ ഒരു പ്രധാനപ്പെട്ട മൂമെന്റ്സുകളൊക്കെ ഉണ്ടാകുമല്ലോ, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ നമുക്ക് നമ്മുടെ 5ാമത്തെ ഏറ്റവും അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ.
സ്വാമി, ഈ കോവിലിന്റെ ചരിത്രം എന്താണ്? ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ രഥോത്സവത്തിന്? ഇപ്പം ഞങ്ങൾ വന്ന് പാരമ്പര്യമായിട്ടാണ് ഇവിടെ പൂജ വയ്ക്കുന്നത്, 3 തലമുറയായിട്ട്. ഇപ്പം ഞങ്ങളുടെ പരമ്പര വന്നിട്ട് 60 വർഷമാകുന്നു. മുത്തശ്ശൻ, അച്ഛൻ, 42 വർഷമായിട്ട് പൂജ വയ്ക്കണം. ഇവിടെ തന്ത്രി സ്ഥാനമാണ് നമുക്കുള്ളത്. ഒരു 150 വർഷം നമുക്ക് പഴക്കമുണ്ട് ഇവിടുത്തെ. ആദ്യം നേരെ തമിഴിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. சரி. அப்போ இந்த கோவில் வந்து ஒரு 150 வருஷத்து பழக்கம் இருக்குது. அது வந்து முதல்ல வந்து சிவன் கோவில் மட்டும்தான் இங்கே இருந்தது. பின்னையாக இந்த கிருஷ்ணன் கோவில், வரதராஜ கோவில், மகாலட்சுமி கோவில்லாம் வந்தது. எங்கள் பரம்பரையிலேருந்து அப்படியே ஒவ்வொன்றா வந்திருக்கு. இப்போ எல்லோரும் வந்து ஒரே கோவில் இருக்கண்டா, எங்களுக்கு ஒரு கிராமம் வேணும், எங்களுக்கு ஒரு சாமி வேணும்னு சொல்லிட்டு இந்த மகாவிஷ்ணு இதெல்லாம் ஒரு சாமியாக கிருஷ்ணன் கொண்டு வந்து, மகாலட்சுமி, வரதராஜ பெருமாள் எல்லாம் அந்த சாமியெல்லாம் வந்து இருக்கு. இப்படி உற்சவம் நாங்கள் நடத்தின்னு இருக்கோம். நாளைக்கு ரதோற்சவம். 100 நூற்றாண்டு பழக்கம் இருக்கு. நல்ல வழக்கம். ஒரு 700 இருக்குണ്ടാവും അതിന്റെ പഴക്കം. അതെ, നമ്മൾ 70 years ആയിട്ട് ഞങ്ങളുടെ പരമ്പര കഴിക്കാൻ ഞങ്ങൾ 70 വർഷമായി മുത്തശ്ശ കാലത്ത്. അച്ഛൻ മുത്തശ്ശൻ രാമസേനാപതി കുറുക്കൾ, അച്ഛൻ വിശ്വനാഥ കുറുക്കൾ, എൻ്റെ പേര് രവി കുറുക്കൾ. നമ്മൾ പാരമ്പര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കണം. എന്നെ 38 വർഷമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കണം. ഇനി സ്വാമിമാരുടെ ഓരോ പേര് വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഭുവനേഷ്, കൊടുവായൂരിൽ നിന്നാണ്. ഞാൻ ആനന്ദവാദ്യാരിൻ്റെ ശിഷ്യനാണ്. ഇപ്പോൾ സഹായിക്കാനും പൂജ ചെയ്യാനും വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരണം. ഈ പെരുങ്കുളം രഥോത്സവം പറഞ്ഞാൽ ഏറ്റവും കുറച്ച് കാലമായി ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുന്ന രഥോത്സവമാണ്. എല്ലാവർക്കും പേരും പ്രോത്സാഹമൊക്കെ അറിഞ്ഞുള്ള ഗ്രാമമാണ്. എല്ലാവരും വന്ന് പങ്കെടുക്കണം. എല്ലാവരും വന്ന് പേരും വിളിച്ചിട്ട് സന്തോഷമായി പോകണമെന്ന് രാം രാം, നമസ്കാരം. എൻ്റെ പേര് ആനന്ദ് വാദ്യാരാണ്. ഇവിടെ വന്നിട്ട് 10 കൊല്ലമായിട്ട് ഇവിടെ ഇപ്പോൾ പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമായി. 10 കൊല്ലമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വരുന്നത്. 600-700 കൊല്ലമായിട്ട് ഇവിടെ രഥോത്സവ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വന്ന് മഹാപ്രദോഷം നടന്നു, 2 ദിവസം മുമ്പ് മഹാചണ്ഡി ഹോമം നടന്നു. ഇനി നാളെ എഴുന്നള്ളത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 3-ാം തീയതി 4-ാം തീയതി രഥോത്സവ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 5-ാം തീയതി വന്നിട്ട് ആറാട്ട്, കൊടിയ ധ്വജ അവരോഹണം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും വന്നിട്ട് പങ്കുകൊള്ളാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. രാം രാം. പേര് പറയായിരുന്നു. என் பேரு ஹரி, பெங்களூர்ல. ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ പഴയ ആളാണ് ഗ്രാമത്തിന്റെ. അതെല്ലാവർക്കും അറിയാം, പേരും പറയാം. എൻ്റെ പേര് ബാലകൃഷ്ണൻ. ഞാൻ ആ ഗ്രാമത്തിൽ, തെക്കേ ഗ്രാമത്തിൽ ഇവിടെ ശിവങ്കല്ല നിൽക്കുന്നത്. മൂപ്പർ വന്ന് 10 കൊല്ലമായി. മൂപ്പരുടെ കൂടെ ഇവിടെ നിന്ന് ചെയ്യുന്നു.
ഇപ്രാവശ്യം പെരുങ്കുളം രഥോത്സവത്തില് ഈ കാരോട്ട് വില്ലേജില് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വുമൺ പാർട്ടിസിപ്പേഷൻ വളരെ പ്രാധാന്യമർഹിക്കുന്നു. വളരെ എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഇന്ന് മഞ്ഞനീരട്ടായിരുന്നു, അവസാന നിമിഷം വരെ അവർ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ നമുക്ക് വുമൻസിലെ രമചേച്ചിയുടെ എന്താ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ചോദിക്കാം. ഈ വർഷമാണ് ആദ്യമായിട്ട് ഒരു വിമൻസ് ഗ്രൂപ്പ് രൂപീകരിച്ചത്. ഒരു കമ്മിറ്റി, മെയിൻ കമ്മിറ്റി സഹായിക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ്. നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എല്ലാവരും. NDS ഗ്രൂപ്പ് വേറെ രൂപീകരിച്ചിട്ടുണ്ട്. 2029 കുംഭാഭിഷേകത്തിന്റെ ഒരു ധനസ്വരൂപീകരണത്തിനായിട്ടാണ് നമ്മളിത് ആദ്യമായി രൂപീകരിച്ചത്. നല്ല പാർട്ടിസിപ്പേഷനാണ് എല്ലാവരുടെയും. എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ട്. भूलोक भूलोक सुवर्लोक महलोक जनोलोक नमोलोक पुण्यलोक आनंद